എന്നെപ്പോലെ പൂക്കൾ തരുന്ന ചെടികളോട് ഇഷ്ടം കൂടുതൽ തോന്നിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കിഷ്ടം ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ചെടികളോടാണ് കേട്ടോ. അതിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് എന്നൊന്നുമല്ല, ഏതായാലും നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഇതുപോലെ എപ്പോഴും മുറ്റം നിറയെ പൂക്കൾ കാണണം, അതെനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒത്തിരി ചെടിയുള്ള വീട്ടിലേ എന്ന് എൻ്റെ വീടിനെ പറ്റി ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു നാളിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. പഴയ പോലെ ആക്കി എടുക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഫ്ലോക്സ് പറയാതിരിക്കാൻ വയ്യ. ഒരു പൂ വിരിഞ്ഞാൽ അത് ഒരുപാട് ദിവസം നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ നിറഞ്ഞ് നമ്മുടെ പൂക്കൾ നിൽക്കുന്നത്. സീഡ് പാകിയിട്ടുള്ള തൈകൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. കുറച്ച് ജിഫി ബാഗ് വാങ്ങി അതിലേക്ക് മാറ്റി നട്ടാലോ എന്നൊരാലോചനയുണ്ട്. ഇതെല്ലാം കൂടെ മാറ്റി നടാനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് കുറച്ചധികം പെറ്റൂണിയുടെ തൈകൾ നിൽപ്പുണ്ട്. ഇതും എന്ത് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിർത്തിയേക്കുന്നത്. സത്യത്തിൽ ഇതിൽ നിന്ന് മാറ്റി തരേണ്ട പ്രായം കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനി ഇത് ചിലപ്പോൾ വീഴാൻ വേണ്ടി തുടങ്ങും കേട്ടോ. കാരണം ഇത്രയ്ക്ക് കട്ട കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റി നട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഇത് വീണ് പോകും. കുറച്ചധികം സീഡുകളുടെ ജെർമിനേഷൻ നോക്കാൻ വേണ്ടി പാകിയതാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ എല്ലാം തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പോകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കേട്ടോ. വെള്ളം കൂടിപ്പോയതുകൊണ്ട് കുറച്ചൊക്കെ ചിലതൊക്കെ ഇടയ്ക്കെന്നൊക്കെ വീണിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ളവരൊക്കെ നല്ല കരുത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൂക്കൾ ഫ്ലോക്സിൽ കിട്ടാൻ വേണ്ടിയിട്ടും പ്ലാന്റുകളുടെ കരുത്തിനും എന്താ ചെയ്യുക എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ തവണ NPK 19-19 കൊടുത്തു, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല വെയിലാണ്, രാവിലെ നല്ല വെയിലാണ് കേട്ടോ. ഒരു 10-11 മണി വരെ നല്ല വെയിലാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്ലാന്റിന് വെള്ളം ഒഴിച്ചില്ല എങ്കിൽ നല്ല രീതിയിൽ വാടിപ്പോകും കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇഷ്ടം പോലെ സീഡ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഫ്ലോക്സ്. ഒരുപാട് പേര് നമ്മളോട് പ്ലാന്റുകളും വിത്തുകളൊക്കെ ചോദിക്കുന്നുണ്ടോ. ഫ്ലോക്സിൻ്റെയും പെറ്റൂണിയുടെയൊക്കെ വിത്ത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പ്ലാന്റുകളൊന്നും നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ. എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കണം. പിന്നെ ഒരുപാട് പേര് അച്ചിമിനാസിൻ്റെ പ്ലാന്റ് എന്നോട് ചോദിക്കുന്നുണ്ട്, അതെൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ